നമ്മുടെ മസാല ബൈറ്റ് ഉണ്ടാക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനുണ്ട്. അതിലാദ്യത്തെ മസാല ബോൾ തയ്യാറാക്കാനായിട്ട് 3 ഉരുളക്കിഴങ്ങ് നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. കുക്കറിലെ പ്രഷർ പോകുന്ന നേരം കൊണ്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചില്ലി പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വെളുത്തുള്ളിയും ഒരു ചെറിയ സൈസ് ഇഞ്ചിയും പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് കുറച്ച് മല്ലിയില പൊടി പൊടി അരിഞ്ഞിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം അതിലേക്ക് കൈകൊണ്ട് നന്നായി ഉടച്ചുടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് ഈ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായി കുഴച്ച് വല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായി കൈകൊണ്ട് തന്നെ ഉടച്ച് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്കിതുപോലെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് റെഡ് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. 15 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് മുഴുവനോടെ ഉള്ളത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ ഷെയ്ഡ് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും 3 ഇല വേപ്പിലയുടെ ഇല 3 ഇല മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പാതി വേവായാൽ മാത്രം മതിയാവും. ഇനി അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ റെഡ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ബൈറ്റിനുള്ള 2 ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ബാറ്റർ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചീവിയെടുക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് തന്നെ മുളകൊക്കെ നന്നായി മൂത്ത് നല്ല മണം വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നാളികേരം നമ്മൾ ചീവി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്തിട്ട് ഒരു 5 സെക്കൻഡ് ഇളക്കി മാത്രം മതി. ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി ബാറ്റർ ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കുക. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാല ബൈറ്റിനുള്ള 3 ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ബൈറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് പനിയാരച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് തന്നെ ബാറ്ററിൻ്റെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ മസാല ബോൾ അതിൻ്റെ നടുക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ കുറേശ്ശെ ഒരു 1/4 ടീസ്പൂൺ വീതം ചമ്മന്തി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ബാറ്റർ അതിൻ്റെ മുകളിലേക്ക് മൂടുന്ന വിധത്തിൽ ആ മസാലയൊക്കെ മൂടുന്ന വിധത്തിൽ കോരി ഒഴിച്ച് മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നിട്ട് വീണ്ടും നെയ്യൊന്ന് നന്നായിട്ട് തൂക്കി കൊടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 സെക്കൻഡ് ഒന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മസാല ബൈറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.